ഏജിങ് ഈസ് നോർമൽ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏജിങ് ഈസ് എ ഡിസീസ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഇറ്റ് ഈസ് ക്യൂറബിൾ, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഏജിങ്ങിനെ ഒരു ഡിസീസായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ലൈഫ് മാറുകയാണ്. 4th ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് മാറാൻ പോകുന്നത് ചേഞ്ച് ഇൻ സിപ്പ് കോഡാണ്. കൊച്ചി താമസിക്കുന്ന ഒരാൾ ബാംഗ്ലൂരേക്ക് പോയി താമസിക്കുന്നു. അവരൊറ്റ കാരണം മതി അയാൾ മരിക്കാനായിട്ടെന്ന് പറയുന്നു. കലണ്ടറിൽ 30 വയസ്സേ കാണത്തുള്ളൂ, പക്ഷെ അയാൾ പ്രായമായി. അയക്ക് 30 വയസ്സിലുള്ള ഒരാൾ ഡയബറ്റിക് ആണെങ്കിൽ ഹീസ് ഏജ്ഡ്. പക്ഷേ ഞാൻ ആരെയും ചലഞ്ച് ചെയ്യാം, എത്ര വലിയ ന്യൂട്രീഷൻസിനെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഒരു ദിവസം എനിക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അമിനോ ആസിഡ്സും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതിനെ ഒന്ന് കാണിച്ചു തരണം. ഇന്ന് വരെ ആരും ആ ചലഞ്ച് എടുത്തിട്ടില്ല. ഒരു ആൻട്രപ്രന്യൂർ ആണ് വന്ന് പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഒരു 500 താഴെയാണെങ്കിൽ ആദ്യ ആളുടെ റെക്കമെൻഡേഷൻ ബിസിനസ് വിജയിക്കണമെങ്കിൽ ആദ്യത്തെ കൂട്ട് ഡ്രൈവ് വേണ്ടേ. ബിസിനസ് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡ്രൈവ് ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റും. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് കടുവപ്പുറത്ത് കയറട്ടെ നമ്മൾ. മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂകളിൽ ഒന്നായിരിക്കും ഏജ് റിവേഴ്സൽ, ബയോളജിക്കൽ ഏജ് റിവേഴ്സൽ. ഇൻ 6 months വി വിൽ ബി ഏബിൾ ടു റിവേഴ്സ് 75% ഏജ്. ഈ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ എവിടേക്കോ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി.